അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേയിലൊന്നായ പണി നടന്നുകൊണ്ടിരിക്കുന്ന തുറവൂർ മുതൽ അരൂർ വരെയുള്ള നിർമ്മാണ കാഴ്ചകൾ ഏതുവരെയായെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ തുറവൂരാണ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ മേളിൽ ഗഡറുകളൊക്കെ സ്ഥാപിച്ച് കോൺക്രീറ്റൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. രണ്ട് വശത്തെ 6 വരി പാതയിൽ ഒറ്റ തൂണിലാണ് കേട്ടോ 6 വരി പാതയും വരുന്നത്. അത്രത്തോളം വലിയ നിർമ്മാണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇത് ഏകദേശം 13 കിലോമീറ്ററോളം 12 സംതിങ് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള 6 വരി പാതയാണ് കേട്ടോ. ഇത് ഭാവിയിൽ ചിലപ്പോൾ അരൂരിൽ നിന്ന് അങ്ങോട്ട് ഇടപ്പള്ളി വരെയൊക്കെ നീളാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും പിന്നെ അറിയുന്നില്ല. ഇത് ഏകദേശം 350-360 പിയറിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഈ 12 കിലോമീറ്റർ വരുന്ന 360 തൂണിൻ്റെ അടുത്ത് ഉണ്ട്. ഓരോ പിയറിലും നമ്പറുണ്ട്. ഇത് 344-ാമത്താണ്. പക്ഷെ ലാസ്റ്റത്തെ നോക്കാൻ മറന്നുപോയി. വാവ് വാവ്, എന്താ വലിയ നിർമ്മാണമാണ് നടത്തുന്നത് അല്ലേ. എന്ത് വേഗത്തിലായിരുന്നു ഈ കമ്പനി, വളരെ ഫാസ്റ്റ്. ഓരോ നിർമ്മാണത്തിനും അതിന് നിർമ്മിക്കാൻ കഴിവുള്ള കമ്പനികളെ ഏൽപ്പിക്കുക എന്നതാണ് ഏറ്റവും വലിയ ഉദാഹരണമാണ് മലപ്പുറത്ത് വരുന്ന വട്ടപ്പാറ മറ്റേ വലിയ പാലം ഉണ്ടല്ലേ, ആ പാലവും അതേപോലെ തന്നെ ഇതും നോക്ക്. എത്ര പെട്ടെന്നാണ് നിർമ്മാണം ഈ രീതിയിലെത്തിയത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം അങ്ങോട്ടൊക്കെ നിർമ്മാണം ഏതുവരെ ആയെന്ന്. ഇവിടെയൊക്കെ ഗഡറുകളും ക്രോസ് ഗഡറിൻ്റെ ഒക്കെ പണി നടക്കുന്നേ ഉള്ളൂ കേട്ടോ. കോൺക്രീറ്റ് വർക്കൊന്നും തുടങ്ങിയിട്ടില്ല. അടി കൂടെ തുരുതുരാ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മേളിൽ നിർമ്മാണം നടക്കുകയാണ്. ചെറിയൊരു സ്ക്രൂ വീണാൽ പോലും വലിയ അപകടം ഉണ്ടാവും. അത്ര ശ്രദ്ധയോടെ വേണം ഇവിടെ പണിയാൻ. സാധനങ്ങളൊക്കെ വീഴാൻ സാധ്യതയുള്ളിടത്ത് ഈ വല ഇങ്ങനെ കെട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ കുറച്ചും കൂടി സുരക്ഷിത വേണം. ഈ വല ഫുള്ളടുത്ത് ഇങ്ങനെ കെട്ടണം. പണി നടക്കുന്ന എല്ലായിടത്തും കെട്ടണം. ഈ ഗഡറുകൾ എടുത്ത് വയ്ക്കുന്ന ക്രെയിനാണ് കേട്ടോ. ആ ഗഡറുകൾ ഇവിടെ വെച്ച് ഇവിടം വരെ വെച്ചിട്ടുള്ളൂ. അങ്ങോട്ട് പിയറിൻ്റെ നിർമ്മാണം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ആ പിയർ ക്യാബിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. വാവ്, 12-13 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട് വല്ലാതെ മാറിയിരിക്കുന്നു. പണ്ടൊരു പാലം നിർമ്മിക്കാൻ വർഷങ്ങൾ വേണ്ടിയിരുന്ന സമയത്ത് നിന്ന് 12-13 കിലോമീറ്ററുള്ള പാലം വർഷങ്ങൾക്കുള്ളിൽ 3-4 വർഷങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തീകരിച്ച് വാഹനങ്ങൾ ഓടുന്ന നിലയിലേക്ക് നമ്മളെ നാട് മാറിയിരിക്കുന്നു. വാവ്, വെൽഡൻ വെൽഡൻ. ഇവിടെ എല്ലാം പിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഗഡറുകൾ സ്ഥാപിച്ചാൽ മതി. ഈ ഒറ്റ തൂണിലാണ് 6 വരി പാത. ഇവിടെയൊക്കെ പിയറിൻ്റെ നിർമ്മാണം, കുറച്ച് പിയറിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇങ്ങോട്ട് വന്നപ്പം വീണ്ടും ഗഡറുകൾ എടുത്ത് സ്ഥാപിച്ചതായിട്ടൊന്ന് കാണാൻ സാധിക്കും. പുതിയ തോടാണ് പുതിയ തോട്.
തോട് എത്തിയപ്പോൾ മേലിൽ കെട്ടറുകൾ സ്ഥാപിച്ചായിട്ട് നമുക്ക് വീട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മോനെ ഇവിടെയൊക്കെ വിശാലമായ അല്ലേ സ്ഥലം തന്നെ ആയിട്ട് മാറും. പാർക്കിങ്ങിന് സ്ഥലമുണ്ട്, വണ്ടി ഓടിക്കാൻ സ്ഥലമുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ വൻമതിലുകൾ കെട്ടി വെച്ചിരിക്കുകയാണ്. എല്ലായിടത്തും ഇതേപോലെ പണിയാൻ പറ്റില്ല, സ്വാഭാവികമാണ്, ഞാൻ കുറ്റം പറഞ്ഞല്ല. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. കൊല്ലം ജില്ലയിലുള്ള ആളെന്ന നിലയിൽ, ജില്ലയിലുള്ള ആളെന്ന നിലയിൽ മേനല്ലൂരൊക്കെ വൻമതിലുകൾ കെട്ടി വെച്ചിരിക്കുന്നു. ഇവിടെയൊക്കെ ശ്വാസം മുട്ടുകയാണ് കേട്ടോ. ഇടുങ്ങിയ വഴിയാണ്, ഒരു ബസ് ഒരു കാറിന് പോലും പോകാൻ പറ്റാത്ത സർവീസ് റോഡുകളാണ്. പിന്നെ കടകളിലൊക്കെ പോകുന്ന ആൾക്കാർ കാൽനട യാത്രക്ക് പോകാൻ വേണ്ടി ചെറിയൊരു പിന്നെ ഫുട്പാത്ത്, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സ്വർഗമാണ്. വിശാലമായ ഇവിടെ ഫുട്ബോൾ കളിക്കാമല്ലോ. നമ്മളില്ല ബസ്സിൽ ക്ലീനർ പറയുന്ന കണക്ക് ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്, കയറിയിരിക്കുന്ന പറയുന്ന കണക്ക് ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമുണ്ട്. ഗുഡ്. ചെറിയ അസൂയേ ഉള്ളൂ, പക്ഷേ ഒരിക്കലും വിഷമമില്ല. അസൂയ 2, 4, 6, 7 ഗട്ടറിലാണ് കേട്ടോ ആറൂര് പാത വരുന്നത്. ഒറ്റ തൂണിലാണ് വരുന്നത്. എല്ലായിടത്തും ഒരേപോലെ വർക്ക് കിടക്കുകയാണ്. നിങ്ങൾ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലയിൽ കൂടി കടന്നു പോകുന്ന ഒരു നാഷണൽ ഹൈവേയാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, കേരളത്തിൽ മുഴുവൻ കടന്നു പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേയാണ് NH66. കാസർഗോഡും തുടങ്ങി തിരുവനന്തപുരം വരെ വർക്കുകൾ ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കുറേ ഭാഗത്ത് ഇതിൻ്റെ ആദ്യഘട്ടമായ കാസർഗോഡൊക്കെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. മാഹി ബൈപ്പാസൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ എല്ലാ ജില്ലയിലും ഇതേപോലെ വർക്കുകൾ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൊഴിലാളികളുണ്ട്, വലിയ മിഷനറികളുണ്ട്, വർക്കുകൾ തകൃതിയായിട്ട് നടക്കുകയാണ്. പകലും രാത്രിയും വ്യത്യാസമില്ലാതെ വർക്കുകൾ നടക്കുന്നത് കാണാൻ സാധിക്കും. കൊല്ലം വരെ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. കടമ്പാട്ട് കോണം കഴിഞ്ഞാൽ, കൊല്ലത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും ബോർഡറായ കടമ്പാട്ട് കോണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് കാണാൻ സാധിക്കില്ല. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തിരുവനന്തപുരം ജില്ലയിൽ കയറി കഴിഞ്ഞാൽ പോയി, പിന്നെ അവിടെ വർക്കുകളൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് തിരുവനന്തപുരം ജില്ലയിലെ വീഡിയോ ആണ് ഇട്ടത്. ആറ്റിങ്ങൽ ബൈപ്പാസിൽ വർക്കുകൾ നടക്കുന്നില്ല. അങ്ങനെ ഇതിപ്പോൾ നമ്മൾ കിലോമീറ്ററുകൾ കഴിഞ്ഞിട്ടും എവിടെയും വർക്കുകൾ മുടങ്ങി കിടന്നതായിട്ടോ അല്ലെങ്കിൽ വർക്ക് നടക്കാതിരിക്കുന്നതായിട്ടോ പിയറിൻ്റെ പണി നടക്കാതിരിക്കുന്നതായിട്ടോ ഇല്ല. എല്ലാ പിയറും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ഇവിടെ ഇങ്ങനെ പിയർ ഗ്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12 കിലോമീറ്റർ ഉണ്ട്. ഇത് തുടങ്ങിയിട്ട് അധിക വർഷമൊന്നും ആയില്ലല്ലേ കേട്ടോ. ചെയ്തിട്ട് അത്ഭുതപ്പെടുത്തുന്ന നിർമ്മാണ വേഗതയാണ് കേട്ടോ. അതാണ് ഓരോ നിർമ്മാണത്തിനും അതിന് കഴിവുള്ള കമ്പനികളെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഇതും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വൈഡക്ട് ബ്രിഡ്ജ്. അപ്പം പേര് കിട്ടി. ആ പാലവും നോക്കിയാൽ മനസ്സിലാവും. അതിന് അവരെ കൊണ്ട് സാധിക്കുന്ന, അതിൻ്റെ എക്സ്പെർട്ടായിട്ട് കമ്പനിയാണ് അത് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് യാതൊരു വെല്ലുവിളിയും അവിടെ നടക്കില്ല. കാരണം അവർക്ക് അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും എൻജിനീയറിങ്ങും എല്ലാം ഉള്ളവരാണ്. അപ്പോൾ അവർ ഈസി ആയിട്ട് എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് മുന്നോട്ട് പോകും. അതിന് കഴിവില്ലാത്തവർ, അതായത് അത്രയും ഫെസിലിറ്റി, മിഷനറി, മാൻ പവർ ഒന്നുമില്ലാത്തവർ വളരെയധികം ബുദ്ധിമുട്ടും വർക്കുകൾ മുന്നോട്ട് കൊണ്ടുപോകും. അത് നമ്മൾ കേരളത്തിൽ ചില സ്ഥലത്ത് കാണുന്നുണ്ട്. അവിടെയൊക്കെ പൈലിങ് നടക്കുമോ, വേറെ ഭയങ്കര വർക്കാണ് കേട്ടോ ഒരു ഭാഗത്ത് നടക്കുന്നത്. എന്തോരം വാഹനങ്ങളാണ് ഇതേപോലെ, ചെറിയ ക്രെയിനുകൾ, വലിയ ക്രെയിനുകൾ. കണ്ടോ ഓ, ഇവിടുത്തെയൊക്കെ പിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, വീണ്ടും അപ്പുറത്ത് കണ്ട ഗഡറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഗഡറുകൾ എടുത്തു വെച്ച് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. വാവ് അമ്പോ, ഭയങ്കര
ഇത് 193ാമത്തെ പിയറാണ് കേട്ടോ. ഇത് 193ാമത്തെ പിയർ. ഓ, വേറൊരു കാര്യം, ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ ഇടയിൽ കുറേ തൊഴിലാളികൾ മരിച്ചിട്ടുണ്ടായിരുന്നു. എത്ര പേര് തരത്തില്ല, കുറച്ച് തൊഴിലാളികൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്രയും തൊഴിലാളികൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. വമ്പനൊരു പ്രോജക്റ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇത്ര കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്ര വലിയൊരു നിർമ്മാണം നടക്കുകയാണ്. അതും 24 hours എന്ന് വേണമെങ്കിൽ പറയാം. രാത്രി വന്നാൽ നമുക്കിവിടെ പലയിടത്തും വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അശോക എന്ന് പറയുന്ന കമ്പനിയാണ് ഈ മേൽപ്പാലം, ഈ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയത് എരമല്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ അവിടുന്ന് തുറവൂരിൽ തുടങ്ങി യുട്ടം വരെയും പിയറിൻ്റെ നിർമ്മാണം, വളരെ കുറച്ച് പിയറിൻ്റെ നിർമ്മാണമാണ് ബാക്കിയുള്ളത്. ബാക്കി എല്ലാ പിയറിൻ്റെ നിർമ്മാണവും പൂർത്തിയായിട്ടുണ്ട്. പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. പലയിടത്തും ഗഡറുകൾ സ്ഥാപിച്ച് കോൺക്രീറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചുവേളിക്കവല ഇവിടെ വെച്ച് റോഡ് ഈ ഭാഗത്തൂടെയാണ് കേട്ടോ വാഹനങ്ങൾ കടത്തിവിടുന്നത്. അപ്പോഴും അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള വാഹനം ഏത് വഴിയാണ് പോകുന്നത്? എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടുള്ള വാഹനം വേറെ വഴി തിരിച്ചു കിട്ടുന്നതാണ് കേട്ടോ. ഓഹോ, അപ്പോൾ ഇവിടെ എത്തിയപ്പം ഈ ഭാഗത്ത് നമുക്ക് ഗട്ടറുകൾ മേളിൽ സ്ഥാപിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇനി കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗട്ടറുകൾ സ്ഥാപിക്കാനുള്ള വലിയ ട്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ചായിട്ട് കാണാൻ സാധിക്കും. വീണ്ടും നിവർന്ന് കിടക്കുന്ന എലിവേറ്റഡ് ഹൈവേ ആണ് നമ്മൾ കാണുന്ന. പിയർ നിർമ്മാണം നടത്തിയതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇത് 121ാമത്തെ പിയറാണ് ഈ കാണുന്നത്. ചന്തിരൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇവിടെ നമുക്ക് പിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പിയർ നിർമ്മാണം പൂർത്തിയായി. പിയർ ഗ്യാപ്പിൻ്റെ നിർമ്മാണം ബാക്കി ഉണ്ട് ഈ ഭാഗത്ത് കുറേ പിയറിൽ. ഇവിടെ ഒരു പിയറിൻ്റെ പൈലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പൈലിംഗ് പൂർത്തിയായി. പിയർ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ചന്തിയൂർ എവിടെയാണ്? ചന്തിരൂർ എത്തി. ഈ ഭാഗത്ത് പിയറിൻ്റെ നിർമ്മാണം നടക്കുകയാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ പിയറിൻ്റെ നിർമ്മാണം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും ബ്ലോക്ക്
ബ്ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഈ ഭാഗത്തൊക്കെ പിയറിൻ്റെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. നല്ല ബ്ലോക്കാണ്. നെല്ലറൊക്കെ സ്ഥാപിച്ച് കോൺക്രീറ്റ് വർക്കൊക്കെ പൂർത്തിയായ ഭാഗമാണ് കേട്ടോ. ഇതിപ്പം പിയറിൻ്റെ നമ്പർ 69 69ാമത്തെ പിയറാണ്. നമ്മൾ അരൂരെത്തി കേട്ടോ. ഇനി ഇതേപോലെ ഇനി ഒരു 65 പിയർ കൂടെ ഉള്ളു കേട്ടോ. മൊത്തവും ചെളിയും തിരക്കും ബ്ലോക്കും. ഞാൻ ഇന്നലെ അങ്ങോട്ട് സർവീസ് ചെയ്തതേ ഉള്ളൂ. വണ്ടി മൊത്തം ചെളിയായി. ഈ ഭാഗത്ത് ഗട്ടറുകൾ ഉടനെ സ്ഥാപിക്കും. അതിൻ്റെ ഭാഗമായിട്ട് വലിയ ക്രെയിനുകൾ ഇവിടെ സ്ഥാപിച്ച് കഴിഞ്ഞുകൊണ്ട് അശോക ബിൽഡ്കോൺ ലിമിറ്റഡ് നമ്മൾ 50ാമത്തെ പിയറാണ് ഈ കാണുന്നത്. ഇനി 50 പിയർ കൂടെ ഉണ്ട് കേട്ടോ. നീണ്ട് കിടക്കുവാണ് കേട്ടോ. ഭയങ്കര രസമാണ് കേട്ടോ. അരൂരെത്തി. ഇതിപ്പം 22ാമത്തെ പിയറാണ് കേട്ടോ. ഇത് 21ാമത്തെ പിയർ. ഇനി 20 പിയറിൻ്റെ കാഴ്ചയും കൂടെ കാണാറുള്ളൂ.